ബിന്ദു പത്മനാഭന് പിന്നാലെ ചേർത്തല സ്വദേശിനി ഐഷയെയും സെബാസ്റ്റ്യൻ കൊലപ്പെടുത്തിയെന്ന റിപ്പോർട്ട്. ഐഷയുടെ അയൽക്കാരിയുടെ മൊഴി അന്വേഷണ സംഘം രേഖപ്പെടുത്തിയെന്ന സൂചന. അന്വേഷണം ഊർജിതമായി തുടരും. കടക്കരപ്പള്ളി സ്വദേശിനി ബിന്ദു പത്മനാഭനെയും ഏറ്റുമാനൂർ സ്വദേശിനി ജൈനമ്മയെയും കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയായ വസ്തു ഇടനിലക്കാരൻ പള്ളിപ്പുറം സ്വദേശി CM സെബാസ്റ്റ്യനെതിരെ വീണ്ടും വെളിപ്പെടുത്തൽ. ചേർത്തലയിൽ നിന്ന് കാണാതായ റിട്ടയർഡ് പഞ്ചായത്ത് ജീവനക്കാരി ഹയറുമ്മയെയും സെബാസ്റ്റ്യൻ കൊലപ്പെടുത്തിയതാണെന്ന് ഐഷയുടെ അയൽക്കാരിയും കൂട്ടുകാരിയുമായ സ്ത്രീ മാധ്യമങ്ങളോട് പറഞ്ഞു. ഇതേ തുടർന്ന് തിരോധാന കേസ് അന്വേഷിക്കുന്ന ചേർത്തല പോലീസിലെ പ്രത്യേക സംഘം ഇവരുടെ മൊഴിയെടുത്തു. ഐഷ കേസിലും സെബാസ്റ്റ്യനെ പ്രതി ചേർക്കുമെന്നാണ് വിവരം. ഐഷയുടെ പണവും സ്വർണവും തട്ടിയെടുക്കാൻ കൊന്നുവെന്നാണ് ഇവർ പറയുന്നത്. 2012 മെയ് 12-നാണ് ഐഷയെ കാണാതായത്. വസ്തു വാങ്ങാനായി കരുതിയ 2 ലക്ഷം രൂപയും 1.5 പവന്റെ മാലയും ആ ദിവസം ഐഷയുടെ പക്കൽ ഉണ്ടായിരുന്നതായി പോലീസിന് നേരത്തെ വിവരം ലഭിച്ചിരുന്നു. കാണാതായതിന്റെ തലേന്ന് സെബാസ്റ്റ്യൻ ഐഷയുടെ വീട്ടിലെത്തിയെന്നും തർക്കത്തിനിടെ ഐഷയുടെ വായിൽ മുറിവുണ്ടായി ചോര വാർന്നെന്നും അത് കണ്ടാണ് താൻ അവിടെ എത്തിയതെന്നും സുഹൃത്ത് പറഞ്ഞു. തന്നെ കണ്ടപ്പോൾ സെബാസ്റ്റ്യൻ ഇറങ്ങിപ്പോയി. പിറ്റേന്ന് പണവുമായി ഐഷ സെബാസ്റ്റ്യന്റെ പള്ളിപ്പുറത്തെ വീട്ടിലേക്ക് പോയെന്നും പിന്നീട് തിരികെ എത്തിയില്ലെന്നും അവർ പറഞ്ഞു. ഒന്നും പുറത്തു പറയരുതെന്ന് പിന്നീട് സെബാസ്റ്റ്യൻ ഭീഷണിപ്പെടുത്തി. സെബാസ്റ്റ്യന്റെ അയൽവാസിയായ റോസമ്മയാണ് ഐഷയെ പരിചയപ്പെടുത്തിയത്. കൊലപാതകം സംബന്ധിച്ച വിവരങ്ങളെല്ലാം റോസമ്മയ്ക്ക് അറിയാമെന്നും അവർ പറഞ്ഞു. ജൈനമ്മ, ബിന്ദു പത്മനാഭൻ കൊലക്കേസുകളിൽ റിമാൻഡിലാണ് സെബാസ്റ്റ്യൻ. തിരോധാന കേസിൽ ഐഷ മരിച്ചെന്ന് കരുതി പോലീസ് അന്വേഷണം ഉപേക്ഷിച്ചിരുന്നു. ജൈനമ്മ കേസിൽ സെബാസ്റ്റ്യൻ കുടുങ്ങിയതോടെയാണ് ഐഷ കേസ് പുനരന്വേഷിച്ചു തുടങ്ങിയത്.